ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അതായത് ഡിന്നർ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കുടുത എന്ന മീനാണ് കേട്ടോ. ഇതേ ഒരു വലിയ മീൻ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് ഇനി ഇത് കട്ട് ചെയ്യുന്ന പ്രോസസ്സ് നോക്കിക്കോളൂ കേട്ടോ. ഇത് നെടുകെ പൊളിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് ചപ്പാത്തിക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റ് പോലത്തെ ഒരു വിഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് ഇത് മുറിച്ചെടുക്കണം. അപ്പോൾ നെടുകെ മുറിച്ചിട്ട് അതിൻ്റെ മുള്ള് ഭാഗത്ത് കൂടി ഒന്നുകൂടി മുറിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. അത് കണ്ടോ, വീണ്ടും ഒന്നുകൂടി മുറിച്ചിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മുഴുവൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. അപ്പോൾ ചപ്പാത്തിക്കൊപ്പമൊക്കെ പോകുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മീൻ മുഴുവനും കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. എൻ്റെ മുള്ള് നമ്മളിതിൽ എടുക്കുന്നില്ല. മുള്ളിൻ്റെ ആ ഭാഗം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ മുള്ളിൽ നിന്ന് വേർപെടുത്തിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ല ക്യൂബ്സായിട്ട് കിട്ടും. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര മാത്രം ഇട്ടിട്ട് നമ്മൾ മീൻ നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തിട്ടാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കുഴച്ച് മീൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇതേ നമ്മൾ മീൻ ഒരു മൺചട്ടിയിലോട്ട് ഇട്ടിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഈ മീൻ അങ്ങനെ ഉടഞ്ഞ് ഒന്നും പോകത്തില്ല. ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല പീസ് പീസായിട്ട് തന്നെ എടുക്കും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം ഇത് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ച മീനാണ് നമ്മൾ വറക്കാനായിട്ട് എടുക്കുന്നത്. ഇതേ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രാത്രി ആയതുകൊണ്ട് വീഡിയോസിന് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ. ഇതാണ് നിഴലൊക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് ഡിന്നർ കഴിക്കാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മീൻ കഷ്ണങ്ങൾ നമ്മൾ മുഴുവനും വറുത്ത് കോരി എടുക്കണം. മീൻ കഷ്ണങ്ങൾ തിരിച്ചു മറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കണം. നല്ല രീതിയിൽ തന്നെ ക്രിസ്പായിട്ട് തന്നെ മൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഒരു വട്ടം 2 വട്ടം ഒക്കെ ഇട്ടിട്ട് അത് മുഴുവനായിട്ട് വറുത്തെടുക്കുന്നു. ഇനി അതിൻ്റെ ഗ്രേവിയിലോട്ട് കിടക്കാം. ഒരു ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ 2 സവാളയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ആ സവാള വെളിച്ചെണ്ണയിലൊന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ ചേർക്കുന്നത് ടൊമാറ്റോ സോസ് ഇതിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ മീനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായി. എന്നാലും ഈ ഗ്രേവിക്ക് ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിയും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിന്നറിന് ആവശ്യമുള്ളതല്ലേ.
അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചപ്പാത്തിയും കൂടി ചുടുന്നുണ്ട്. അപ്പോൾ ഇതേ മസാല മൂത്ത് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. മീൻ പൊടിഞ്ഞു പോകാതെ തന്നെ നമ്മൾ അതിലോട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. എനിക്ക് സാവധാനത്തിൽ നമ്മളത് മിക്സാക്കി എടുക്കുക. ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരത്യാവശ്യം വലിയ സ്പൂണ് ടൊമാറ്റോ സോസ് അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ മീൻ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ചപ്പാത്തിക്കൊപ്പമൊക്കെ പോകാനായിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഈ റോസ്റ്റ്. അപ്പോൾ എല്ലാവരും പൊടിഞ്ഞു പോവാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കണം. മുള്ളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനും വളരെയധികം എളുപ്പമായിരിക്കുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ കണ്ടോ ഒന്ന് തൊടാണ്ട് ഇങ്ങനെ നല്ല റോസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചപ്പാത്തിയും കൂടി ചുടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി ചുടുന്ന പ്രോസസ്സിലോട്ട് എടുക്കാം. നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ള ചപ്പാത്തിയാണ് ഇവിടെ ചുട്ടെടുക്കുന്നത്. അത് നമുക്ക് ചുട്ടെടുക്കുക മാത്രം മതി. നന്നായിട്ട് പൊന്തിയൊക്കെ വരും കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. ഇങ്ങനത്തെ ചപ്പാത്തി ആരെങ്കിലും ഉപയോഗിക്കാത്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് വയ്ക്കുള്ളൂ. നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊന്തി വരികയും ചെയ്യും. കണ്ടോ, നന്നായിട്ട് വീർത്ത് വരും കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ റെഡിമെയ്ഡ് ചപ്പാത്തി ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ചപ്പാത്തിയും ചുട്ടെടുക്കാം. പിന്നെ ഇതിനോടൊപ്പം കുടിക്കാനായിട്ട് ബ്രൂ കോഫിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു പാക്കറ്റ് പാൽ, പിന്നെ ഇൻസ്റ്റൻറ്റ് ബ്രൂവിൻ്റെ പൊടി, പിന്നെ കുറച്ച് ചൂടുവെള്ളം, ഒരു ബൗള്. ആദ്യം തന്നെ നമ്മൾ ആ ചെറിയൊരു പാക്കറ്റ് 2 എണ്ണം ഉപയോഗിക്കുന്നുണ്ട് ഞാൻ. 2 എണ്ണം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടുക. ഇൻസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ ഇത് അതിലോട്ട് പാലിലോട്ട് നേരിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു ബൗളിലോട്ട് പൊട്ടിച്ചിടാം. നല്ല ചൂടുള്ള വെള്ളം, അല്പം മാത്രം പഞ്ചസാര, ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും നല്ല ചൂടുള്ള വെള്ളവും അല്പം മാത്രം, ഒട്ടും കൂടിപ്പോകരുത്, അല്പം വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ കയ്യിൽ വെച്ച് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളൊരു 5-10 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ നിറം വേരിയേഷൻ വന്നു തുടങ്ങും. ഇനിയിപ്പോൾ ഒരു ഡാർക്കിൽ നിന്ന് ലൈറ്റനാവും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതേ ഇത്രയും ലൈറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ, ഒരു ബ്ലഫി ആയിട്ടും ക്രീമി ആയിട്ടും വരും. ഇത് വീണ്ടും ലൈറ്റനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂഡ് പ്രോസസ്സിലൂടെ നമ്മൾ ഈ കളറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കോഫിപ്പൊടിനേലും നല്ല ലൈറ്റായിട്ട് ക്രീമി ആയിട്ട് ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോഫി നല്ല ക്രീമി ആയിരിക്കുള്ളൂ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കോഫി കുടിക്കാൻ. ക്യാപ്പിച്ചീനോ ഒക്കെ കുടിക്കുന്ന പോലെ നമുക്ക് കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. ദേ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ കോഫി ഉണ്ടാക്കേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇത് ഇനിയും നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ
ഇനിയും ഇത് ഇങ്ങനെ ബ്ലഫി ആയിട്ട് ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതേ കണ്ട, അതിലെ പഞ്ചസാരകളൊക്കെ മുഴുവൻ അലിഞ്ഞിട്ട് നല്ലതേ ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ തൽക്കാലം ഇടങ്ങോട്ട് നിർത്താണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് മാറ്റിക്കാം. ഇത് നമ്മളുണ്ടാക്കിയ കോഫിയുടെ മിക്സ്, തിളച്ച പാല്, നല്ല ചൂടുള്ള പാലാണ് കേട്ടോ. ഇത് ഞാനിവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിലും ഒരു കപ്പിലും കാണിക്കാം. 1 ടീസ്പൂണോളം നമ്മളുണ്ടാക്കിയ കോഫിയുടെ മിക്സ് കപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല തിക്കാണ് കേട്ടോ, അതുകൊണ്ട് വീഴാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇളക്കുക, കുടിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കോഫി. അതുപോലെ തന്നെ ഞാൻ ദേ ഇതിലും കാണിച്ചു തരാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫിയുടെ മിക്സും ചൂടുള്ള പാലും ഒഴിക്കുക, ഇളക്കുക. നല്ല റിഫ്രഷിങ് ആണ് കേട്ടോ ഇത് കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്ഷീണമൊക്കെ മാറും. നല്ല ക്രീമി ആയതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് കുടിക്കാനായിട്ട്. കോഫി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കണ്ട ഇഷ്ടമാവും. നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ മധുരം കുറക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല. ഇത് കണ്ട, നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കോഫിയും റെഡി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നറ്. മീൻ റോസ്റ്റും ചപ്പാത്തിയും ബ്രൂ കോഫിയും. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.